നമസ്കാരം. കണ്ണൂർ ചൊക്ലിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ രേഖ കുഴഞ്ഞു വീണ് മരിച്ച നിർഭാഗ്യകരമായ സംഭവത്തെ മുൻനിർത്തി മുൻ മന്ത്രിയും MLA-യുമായ PM മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവനയും അതിലെ വാദങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നത്. സർക്കാരിനെയും മുഖ്യമന്ത്രിയും കുറ്റപ്പെടുത്തി പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ റിയാസ് നടത്തിയ ശ്രമങ്ങൾക്കെതിരെ ജനങ്ങളിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉയർന്നുവരുന്നത്. ദീപ രേഖയുടെ മരണം തികച്ചും ദാരുണമാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. എന്നാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ വേർപാടിനെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന CPM-ന്റെ രക്തസാക്ഷിയായി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങളെയും ഇത്തരം പ്രതികരണങ്ങൾക്ക് പിന്നിലെ കാപട്യവും ജനം തിരിച്ചറിയുന്നുണ്ട്. ഭരണം മാറുമ്പോൾ തങ്ങൾക്ക് താല്പര്യമുള്ള സുഖകരമായ തസ്തികകളും സ്ഥലമാറ്റങ്ങളും സ്വന്തക്കാർക്ക് യഥേഷ്ടം വീതിച്ചു നൽകുന്നത് ഇരു മുന്നണികളുടെയും പതിവ് രീതിയാണെന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. 10 വർഷക്കാലം അധികാരത്തിലിരുന്നപ്പോൾ പാർട്ടി നോക്കാതെയാണോ ആളുകളെ ചേർത്ത് പിടിച്ചതെന്നും അന്ന് എതിർപക്ഷത്തുള്ള ജീവനക്കാരോട് എന്തായിരുന്നു സമീപനമെന്നും ജനങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. നാളെ ഭരണം മാറി BJP വന്നാലും ഇതേ സ്ഥലം മാറ്റ കളികൾ അവർ ആവർത്തിക്കും. അധികാരത്തിലിരിക്കുമ്പോൾ തങ്ങളുടെ സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് ഭരിക്കുന്ന നേതാക്കന്മാരുടെ താളത്തിനൊത്തുതുള്ളാൻ ഉദ്യോഗസ്ഥരെ നിർബന്ധിക്കുന്നവർ പ്രതിപക്ഷത്താകുമ്പോൾ മാത്രം മാന്യന്മാരുടെ മുഖംമൂടി അണിയുന്നത് കണ്ട് ജനം ചിരിക്കുകയാണ്. കേരളത്തിലെ സർവീസ് രംഗത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ദേശാഭിമാനി പത്രവും NGO യൂണിയനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തന്നെയാണ്. ഒരു ഭരണകക്ഷി സർവീസ് സംഘടന എന്തിനാണ് CPM പാർട്ടി പത്രത്തിന്റെ വരിക്കാരാകാൻ സാധാരണ ഉദ്യോഗസ്ഥരെ നിർബന്ധിക്കുന്നത്? ഈ പത്രം വരിക്കാരാവാത്തതിന്റെ പേരിൽ മാത്രം കൊല്ലത്തും കണ്ണൂരിലും അടക്കം 14 ജില്ലകളിലും പ്രതികാര ബുദ്ധിയോടെ സ്ഥലം മാറ്റം വാങ്ങി നൽകിയ ചരിത്രം ഇടത് സർവീസ് സംഘടനകൾക്കില്ലേ? ഇത്തരം ഭീഷണികളും അടിമപ്പണിയും അവസാനിപ്പിച്ച് ജനങ്ങളെ സേവിക്കാൻ നോക്കണമെന്നാണ് സർവീസ് സംഘടനാ നേതാക്കളോട് സാധാരണക്കാർ ആവശ്യപ്പെടുന്നത്. ആരും സംഘടന വിളിച്ചു തന്ന സൗജന്യമല്ല ജോലി, കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ മൂട് താങ്ങാതെ പോയി പണിയെടുത്ത് ജീവിക്കാൻ ഇനിയെങ്കിലും പഠിക്കണം. മുഹമ്മദ് റിയാസും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഒന്ന് മനസ്സിലാക്കണം, കാലം മാറിക്കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടെ ചിന്താഗതികൾ ഇപ്പോഴും 1980-കളിൽ തന്നെ നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയും വിവര സാങ്കേതിക വിദ്യയും സജീവമായ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാർ പറയുന്ന ഇത്തരം പൊള്ളയായ വാദങ്ങൾ അതേപടി വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറല്ല. കാലത്തിനനുസരിച്ച് പ്രവർത്തന ശൈലിയും ചിന്തയും ഒക്കെ മാറ്റണം. വികസനത്തെയോ ജനക്ഷേമത്തെയോ കുറിച്ച് സംസാരിക്കാതെ എപ്പോഴും വിവാദങ്ങളും പ്രശ്നങ്ങളും മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നാൽ ജനങ്ങൾ അത് വകവെച്ചു തരില്ല. വെറുതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ജനശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നത് കാപട്യം മാത്രമാണ്. ഏതൊരു ഗവൺമെന്റ് സർവീസിലും സ്ഥലം മാറ്റം എന്നത് വളരെ സാധാരണമായ ഒരു ഭരണ നിർവഹണ നടപടി മാത്രമാണ്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ ശിക്ഷാ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടൊന്നുമില്ല. മാത്രമല്ല, ഈ സ്ഥലം മാറ്റത്തിനുള്ള ഉത്തരവിറങ്ങിയത് പിണറായി സർക്കാരിന്റെ കാലത്തുമാണ്. ഇത്തരത്തിൽ സ്ഥലം മാറ്റത്തിന്റെ പേരിൽ ആളുകൾ മരണപ്പെടാൻ തുടങ്ങിയാൽ കേരളത്തിലെ ഗവൺമെന്റ് ജീവനക്കാരിൽ പകുതി പോലും ബാക്കി ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ഉദ്യോഗസ്ഥയുടെ ദാരുണമായ വേർപാടിന് പിന്നിൽ പോലും രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ട് പായുന്ന ഇത്തരം നിലപാടുകൾ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നും ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ഇനി ചെലവാക്കില്ലെന്നും നേതാക്കൾ തിരിച്ചറിയുന്നത് നല്ലതാണ്.